الحمد لله رب العالمين، والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا خاطبهم الجاهلون قالوا سلاما، والذين يبيتون لربهم سجدا وقياما، والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما، إنها ساءت مستقرا ومقاما. صدق الله مولانا العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وقلوب الناس. नजर बन के आंखों में आई मोहम्मद, सुकून के दिल में समाई मोहम्मद। नजर बन के आंखों में आई मोहम्मद, सुकून के दिल में समाई मोहम्मद। क़ियामत में शाने शफ़ाअत तो देखो के पकड़े खुदा और चुड़ाई मोहम्मद। क़ियामत में शाने शफ़ाअत तो देखो के पकड़े खुदा और चुड़ाई मोहम्मद। अता कीजिए कुछ नबूवत का सदका, गदा हाथ खाली न जाई मोहम्मद। अता कीजिए कुछ नबूवत का सदका, गदा हाथ खाली न जाई मोहम्मद। लगाते रहो निश्तर इश्क़ पै हम
कहीं जख्म दिल बर न जाई मोहम्मद, नजर बन के आंखों में आई मोहम्मद, सुको होंगे दिल में समाई മുഹമ്മദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സ്നേഹമുള്ള ഉമ്മപെങ്ങന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ വിജ്ഞാന സദസ്സിൽ പങ്കെടുത്ത നമ്മെ ഏവരെയും അവൻ്റെ മഹലായ ഫضل കൊണ്ട് സ്വർഗീയ പൂങ്കാവനത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ വിജ്ഞാന സദസ്സിൻ്റെ മഹത്വവും അതിൻ്റെ താല്പര്യവും അതിൻ്റെ പ്രതിഫലവും നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പരിശുദ്ധമായ വിജ്ഞാന സദസ്സിനോട് അവജ്ഞയോടെ പെരുമാറുന്നത്. എങ്കിൽ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ ഒരു സ്വർഗ പൂന്തോപ്പ്, ഇപ്പോൾ നമ്മുടെ ഈ പേര് തന്നെ സ്വർഗ പൂന്തോപ്പ് എന്നാണെങ്കിൽ ഈ സ്വർഗ പൂന്തോപ്പ് എന്നത് പരിചയപ്പെടുത്തിയത് ആരാണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിപ്പോൾ ഈ പരിപാടിയുടെ സംഘാടകരല്ല ഈ സ്വർഗ പൂന്തോപ്പ് എന്നതിനെ പരിചയപ്പെടുത്തിയത്. വിജ്ഞാനം അത് ചർച്ച ചെയ്യപ്പെടുന്ന സദസ് അതെവിടെയാണെങ്കിലും ആ വിജ്ഞാനത്തിൻ്റെ സദസ്സിനെ സ്വർഗ പൂങ്കാവനമെന്ന് പരിചയപ്പെടുത്തിയത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിൽ രണ്ട് സ്വർഗത്തെയാണ് നബി തങ്ങൾ പരിചയപ്പെടുത്തിയത്. എൻ്റെ വീടിൻ്റെയും മെമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം, അത് മദീന പള്ളിയുടെ അങ്കണമാണ്, മദീന പട്ടണമാണത്. മദീന പള്ളിയുടെ അകത്തളത്തിൽ ആരൊരാൾ വിശ്രമിക്കുന്നുവോ, ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങളുടെ ചാരത്ത് പോയി റൗള ഷരീഫ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പുണ്യമായ സദസ്സിൽ ആരൊരാൾ പോയി വിശ്രമിക്കുന്നുവോ, ആരൊരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നുവോ, ആരൊരാൾ തസ്ബീഹുകളും തദ്കീറുകളും ഉരുവിടുന്നുവോ, നബി തങ്ങൾ പറഞ്ഞു പോയി വകുന്തു ലഹു ഷഫീഅൻ വശഹീദൻ യൗമൽ ഖിയാമ, അവന് വേണ്ടി ഞാൻ നാളെ ശിപാർശകനായി സ്വർഗത്തിലെത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വർഗീയ പൂങ്കാവനമാണ് പരിശുദ്ധമായ മദീന പട്ടണം. മദീന പള്ളിയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ ഒരു പുണ്യമായ സ്ഥലത്ത് എത്തിപ്പെടൽ, അവിടെ പോയി ദീനിൻ്റെ കാര്യങ്ങളുമായി ചർച്ച ചെയ്യൽ, വിശ്രമിക്കൽ, അത് സ്വർഗത്തിൽ ഇരുന്നതിന് കൂലിയാണെന്ന് നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചുവെങ്കിൽ അതേ ഹബീബായ തങ്ങൾ ആ മദീന പട്ടണത്തെ മുഴുവനും വിശേഷിപ്പിച്ചുകൊണ്ടും പറഞ്ഞുപോയി, മദീന, ആർക്കെങ്കിലും മദീനയുടെ മണ്ണിൽ മരിക്കാൻ ഒരവസരം ലഭിച്ചാൽ മദീന, അവൻ മദീനയുടെ മണ്ണിൽ മരിച്ചു കൊള്ളട്ടെ. ഞാൻ അവന് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയുടെ മണ്ണിൽ മരിക്കാൻ അവസരം കിട്ടിയാലും അവൻ ഭാഗ്യവാനാണ്. നബിതങ്ങൾ പഠിപ്പിച്ച വാക്കാണ്, ഹദീസാണ്. ആർക്കും നിഷേധിച്ച് തള്ളാനോ തിരസ്കരിക്കാനോ കഴിയില്ല. ആ പ്രവാചകൻ ആ മദീന പട്ടണത്തെ ഇൽമിന്റെ പൂന്തോപ്പെന്ന് വിശേഷിപ്പിച്ചുവെങ്കിൽ അതേപോലെ അള്ളാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ച ഒരു സ്വർഗീയ ആരാമമാണ് പരിശുദ്ധമായ വിജ്ഞാനത്തിന്റെ സദസ്സ്. ഈ ഒരുമിച്ച് കൂടിയ സദസ്സ് സ്വർഗത്തിന്റെ പൂന്തോപ്പാണെന്ന് വെറുതെയല്ല എഴുതി വെച്ചിരിക്കുന്നത്. വെറുതെയല്ല അത് എഴുതി വെച്ചിരിക്കുന്നത്, അത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, അത് സ്വർഗത്തിന്റെ പൂങ്കാവനമാണ് എന്നാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ സ്വർഗത്തിൽ കടക്കുന്നവരൊക്കെ തുച്ഛമായ ആളുകളല്ലേ കാണുള്ളൂ. ദുനിയാവിലുള്ള എല്ലാവരെയും ഇപ്പോൾ സ്വർഗത്തിൽ കടത്താൻ പറ്റുമോ അള്ളാഹ്ക്ക്? എന്നാൽ പിന്നെ നമുക്ക് ഇബാദത്തിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ലല്ലോ. ദുനിയാവിലുള്ള സകലമാന ആളുകളും സ്വർഗത്തിൽ കടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവൻ ഇബാദത്ത് ചെയ്യാത്തവർക്കും നാളെ ആഖിറത്തിൽ കരുണ കാണിച്ചു എന്നല്ലേ അതിനർത്ഥം വരുന്നത്? ഇല്ല, ഒരിക്കലും. അള്ളാഹു നീതിമാനാണ്, റഹ്മാൻ റഹീം. റഹ്മാൻ എന്ന് പറയുമ്പോൾ ദുനിയാവിൽ വെച്ച് നല്ലവരോടും മോശപ്പെട്ടവരോടും ഒരേ നിലയിൽ കൃപ ചെയ്യുന്ന തമ്പുരാൻ, കാരുണ്യം കാണിക്കുന്ന തമ്പുരാൻ. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചവർക്ക് മാത്രം നാളെ ആഖിറത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ നൽകി സഹായിക്കുന്ന തമ്പുരാൻ. അപ്പോൾ ആ ഉന്നതമായ സ്ഥാനമാനങ്ങളിൽ എത്തിപ്പെടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ആ ഒരു വഴികളിലൂടെ സഞ്ചരിക്കുകയും ആ റൗള ഷരീഫിൽ പങ്കെടുക്കുകയും ചെയ്തവർക്ക് അത് അല്ലാഹു നസീബാക്കുന്ന കാര്യമാണ്. കാരണം മനുഷ്യന്റെ വിജയത്തിന്റെ മുഴുവനും കാരണം ഇൽമാണ്. ഒരു മനുഷ്യൻ രക്ഷപ്പെടണമെങ്കിൽ, അവൻ ഉന്നതിയിലേക്ക് ഉയരണമെങ്കിൽ, അവൻ സ്വർഗം പ്രാപിക്കണമെങ്കിൽ ഹറാമും ഹലാലും അവൻ തിരിച്ചറിയൽ അവന്റെ മേൽ ബാധ്യതയാണ്. ഹറാമും ഹലാലും തിരിച്ചറിയാൻ അള്ളാഹുവിന്റെ ഇൽമു പഠിക്കാതെ മറ്റു മാർഗമൊന്നുമില്ല എങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു പോയി, തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമാ. ഓരോ മുസ്ലിം സഹോദരി സഹോദരന്റെ മേലും നിർബന്ധമായ കടമയാണ്, ബാധ്യതയാണ്. അള്ളാഹുവിന്റെ വിജ്ഞാനം പഠിക്കുക എന്നത് അവന്റെ മേൽ കടമയാണ്, കടപ്പാടാണ്, ഫർളായ കാര്യമാണ്. ഫർള് കിഫായ പോലുമല്ല. ഇൽമു പഠിക്കൽ നിർബന്ധമാണ്. മൂത്രമൊഴിച്ചാൽ കഴുകണ്ട, എങ്ങനെ പഠിക്കാതെ എങ്ങനെ കഴുകുക? ഇൽമു പഠിക്കാത്തവൻ കഴുകാതെ അവൻ കഴിഞ്ഞുകൂടും. പള്ളിയിൽ കയറേണ്ടത് എങ്ങനെ, വീട്ടിൽ കയറേണ്ടത് എങ്ങനെ, ബാത്റൂമിൽ കാലെടുത്ത് വെക്കേണ്ടത് ഏത് കാൽ, ഇറങ്ങുമ്പോൾ ഏത് കാലെടുത്ത് വെക്കണം, എങ്ങോട്ടിരുന്ന് മൂത്രമൊഴിക്കാം, എങ്ങോട്ടിരുന്നത് പാടില്ല, മുതിർന്നവരോട് എങ്ങനെ സംസാരിക്കണം, കുഞ്ഞു മക്കളോട് എങ്ങനെയാണ് കരുണ കാണിക്കേണ്ടത്, ഭാര്യയോട് പെരുമാറേണ്ടത് എങ്ങനെ, കുടുംബത്തോട് പെരുമാറേണ്ടത് എങ്ങനെ, അയൽവക്കക്കാരോട് വർത്തിക്കേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധമായ പടച്ചവനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന സദസ്സിൽ, അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സദസ്സിൽ പരിശുദ്ധ ഖുർആനിന്റെ വചസ്സുകളെ കേട്ടുകൊണ്ട് മാനസിക വിഭ്രാന്തികൾക്കും സംഘർഷങ്ങൾക്കും പരിഹാരം കാണാൻ ഇഷ്ടപ്പെടുന്നവൻ അവൻ അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസനാണ്. അള്ളാഹുവിന്റെ ദീൻ പഠിക്കാതെ നമസ്കരിക്കുന്നവരെ നമസ്കാരം എന്ത് പ്രയോജനം? നമസ്കാരത്തിന്റെ നിബന്ധനകളും ഷർത്തും ഫർളുകളും അറിയാതെ ചുമ്മാതെ പോയി കൈകെട്ടി നിൽക്കലെന്നും അത് പിന്നെ അള്ളാഹു വല്ല കരുണ ചെയ്താൽ അവൻ പുറത്തു കൊടുത്തേക്കാം എന്നുള്ളതല്ലാതെ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഇൽമില്ലാത്തിടത്തോളം അവൻ്റെ അമലുകൾ അള്ളാഹു അത് സ്വീകരിക്കുന്നത് കാര്യത്തിൽ വലിയ സംശയമാണത്. ഒരാൾ ആടിനെ അറുക്കുന്നു. ആ ആടിനെ അറക്കുമ്പോൾ അറക്കേണ്ട നിയമങ്ങൾ പാലിക്കണം. ഒരു മുസ്ലിമാണെന്ന് പറഞ്ഞ് ഓടിപ്പോയി ഒരു മാടിനെ തള്ളിയിട്ട് അങ്ങോട്ട് അറുത്താൽ അത് കഴിക്കാമോ? അത് അള്ളാഹുവിൻ്റെ നാമം ചൊല്ലി അറുക്കുന്ന മൃഗത്തിൻ്റെ ഇറച്ചി മാത്രം, അറക്കപ്പെടുന്ന മൃഗത്തിൻ്റെ ഇറച്ചി മാത്രമേ കഴിക്കാൻ നമുക്ക് അനുവാദമുള്ളൂ. ഭാര്യയുമായി നമ്മൾ ബന്ധപ്പെടേണ്ട രീതി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിരുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ ഇൽമു പഠിക്കണം. ഭാര്യയോടുള്ള കടപ്പാട് അത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഇൽമു പഠിക്കണം. മാതാപിതാക്കൾ ആരാണ്, അവരുടെ മഹത്വം അറിയണമെങ്കിൽ ഇൽമു പഠിക്കണം. വാഹനം ഓടിക്കണമെങ്കിൽ ആ വാഹനം ഓടിക്കേണ്ടതായ ഇൽമ്, അതിന്റെ വിജ്ഞാനം പഠിച്ചവർക്ക് മാത്രമേ വാഹനം ഓടിക്കാൻ കഴിയൂ. അതല്ല ഞാൻ ഡ്രൈവറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതേപോലെ ഓരോ മുസ്ലിമിന്റെ മേലും, മുസ്ലിം പുരുഷന്റെ മേൽ മാത്രമല്ല മുസ്ലിം സ്ത്രീകളുടെ മേലും നിർബന്ധമായ കടമയാണ് ഇൽമു പഠിക്കുക എന്നുള്ളത്, ആ ഇൽമു തേടുക എന്നുള്ളത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ സലക തരീഖൻ ഇലൽ ഇൽമി യൽതമിസു ബിഹി സഖലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന ഔ കമാ ഖാല റസൂലുള്ളാഹി. ഏതൊരാൾ ഇൽമിന്റെ പാതയെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇൽമു പഠിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നുവോ തീർച്ചയായും അല്ലാഹു തആല അതിനു വേണ്ടിയുള്ള യാത്രയുടെ പേരിൽ, ആ യാത്രയെ തിരഞ്ഞെടുത്തതിന്റെ പേരിൽ സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമു പഠിക്കാൻ ഇവിടെ നമ്മൾ വരുന്നു, നോക്കുമ്പോൾ 2-3 പേര് മതി. അൽഹംദുലില്ലാഹ്, വരുമ്പോൾ അല്ലാഹു തആല നമുക്ക് ചെയ്യുന്ന ഗുണമെന്താ? സഖലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് മുത്തുളി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി തരാൻ വേണ്ടി നമ്മളിവിടെ കൂടിയത്. മക്കളെ എന്തിനാണ് പഠിപ്പിക്കുന്നത്? 5 വർഷമൊക്കെ പഠിപ്പിക്കും. പഠിപ്പിച്ചിട്ട് പിന്നെ ഒരു പ്രാക്ടീസ് നടത്താറുണ്ട്. അതിനുവേണ്ടി കുറച്ച് നാൾ പ്രത്യേക പ്രാക്ടീസ്, പ്രത്യേകമായി അവർക്ക് പൈസ നൽകി അവരെ പഠിപ്പിക്കാൻ. എന്തിന്? ആ ജോലി എളുപ്പമാകുന്നതിന് വേണ്ടി.
അത് കൂടുതൽ ഒന്നുകൂടെ അവൻ എളുപ്പമാകുന്നതിനും അവനൊരു സഹായകമാകുന്നതിനും വേണ്ടി. ഇതൊക്കെ എന്തിനാ പഠിപ്പിക്കുന്നത്? അപ്പോൾ ഇൽമിന്റെ സദസ്സ്, ഈ വിജ്ഞാനത്തിന്റെ സദസ്സ്, ഇതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്താണ്? സ്വർഗത്തിലേക്കുള്ള വഴിയാണെങ്കിൽ അതാണ് തങ്ങൾ പഠിപ്പിച്ചത്. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമിന്റെ സദസ്സ് എന്ന് പറയുന്നത് അത് സ്വർഗീയ പൂങ്കാവനമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ യഥാർത്ഥ ദാസന്മാർ ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ وإذا خاطبهم الجاهلون قالوا سلاما. അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാർ, അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർ, അവൻ ആഗ്രഹിക്കുന്ന ദാസന്മാർ, അവന്റെ പൊരുത്തവും തൃപ്തിയും കരസ്ഥമാകാൻ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന അള്ളാഹുവിന്റെ ദാസന്മാരും ദാസികളും ഭൂമിയിലൂടെ വിനയത്തിന്റെ ചിറകും വിരിച്ചുകൊണ്ടാണ് അവർ സഞ്ചരിക്കുക. അഹങ്കാരികളെയല്ല. ആരുടെ ഇൽമിന്റെ സദസ്സിലേക്കും വിജ്ഞാനത്തിന്റെ സദസ്സിലേക്കും ദീനിന്റെ സദസ്സിലേക്കും ഒഴുകിയെത്തുന്നവരാണ്. പടച്ചവനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന സദസ്സിൽ, അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സദസ്സിൽ, പരിശുദ്ധ ഖുർആനിന്റെ വചസ്സുകളെ കേട്ടുകൊണ്ട് മാനസിക വിഭ്രാന്തികൾക്കും സംഘർഷങ്ങൾക്കും പരിഹാരം കാണാൻ ഇഷ്ടപ്പെടുന്നവൻ അവൻ അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസനാണ്. അള്ളാഹുവിന്റെ ഖുർആൻ ചർച്ച ചെയ്യപ്പെടുന്ന സദസ്സിൽ അതിനെ ഒഴിവാക്കിക്കൊണ്ട് നിദ്രയിൽ വീണ് കഴിയുന്നവൻ, വിശ്രമിക്കുന്നവൻ മനസ്സിലാക്കിക്കോ, അവന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കടുപ്പമിട്ട് കഴിഞ്ഞു. അവന്റെ ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സീൽ വെച്ചു പോയി. ഖുർആൻ കേൾക്കാൻ അവന് മനസ്സ് വരികയില്ല, ഖുർആനിന്റെ ആശയം കേൾക്കാൻ അവന് മനസ്സ് വരികയില്ല, ദീന് കേൾക്കാൻ അവന് താല്പര്യമുണ്ടാവുകയില്ല. കാരണം എന്താണ്? അവന്റെ ഹൃദയത്തിൽ അല്ലാഹു തആല മുദ്രണം ചെയ്തു പോയി. നഊദു ബില്ലാഹ്, അല്ലാഹ് കാക്കട്ടെ. ദീൻ കേൾക്കാനും ഇൽമു കേൾക്കാനും താല്പര്യമില്ലാത്തവന്റെ ഹൃദയം കട്ടി, സീലടിച്ച് കേൾക്കാൻ തോന്നില്ല. പിന്നെ കുറെ പേരുടെ ഹൃദയത്തെ അല്ലാഹു തആല പൂട്ടിട്ട് കഴിഞ്ഞു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളൊന്നും അതിൽ പെട്ടുപോകാതെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആരുടെ നമ്മൾ ഫബശ്ശിർ ഇബാദില്ലദീന യസ്തമിഊനൽ ഖൗൽ ഫയത്തബിഊന ഹസനാ. നിങ്ങൾ നല്ലത് കേൾക്കുകയും അതിൽ നിന്ന് നല്ലത് തെരഞ്ഞെടുത്ത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക് നബിയെ സന്തോഷ വാർത്ത അറിയിക്കൂ. നബിയെ, കേൾക്കുക, നല്ലത് പിൻപറ്റുക, നല്ലത് തെരഞ്ഞെടുക്കുക, അവർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കാൻ നബി സല്ലല്ലാഹു പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അറിയിക്കുന്നുവെങ്കിൽ നമ്മൾ ആ ഒരു തരത്തിൽ പെടുന്നവരായി മാറണം. അല്ലാഹു അതിനെ അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഭൂമിയിൽ വിനയാനിതരായി നടക്കുന്നവരെ കുറിച്ച് നാം ഇന്നലെ ചർച്ച ചെയ്തപ്പോൾ ഏറ്റവും വലിയ വിനയത്തിന്റെ ഉടമയാണ് ലോകത്തിന്റെ മാതൃകാ പുരുഷനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിനയത്തിന്റെ പ്രതീകം, ഏറ്റവും വലിയ വിനയത്തിന്റെ മാതൃക, അത് നബിതങ്ങളെ അല്ലാതെ മറ്റാരെയും നമുക്ക് മാതൃകയാക്കി കൊണ്ടുവരാൻ കഴിയുകയില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സകല മേഖലകളിലും ചർച്ച ചെയ്തു പോയ മഹാനാണ്. എല്ലാ സന്ദർഭങ്ങളിലും, ഏത് സ്ഥലത്തും. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖദിംതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സനവാത്. നബിയുടെ സവിധത്തിൽ ഹളറത്തിൽ 10 വർഷം ഞാൻ ജോലിയെടുത്തു. 10 വർഷം പണിയെടുത്തു. നബിയുടെ ഭൃത്യനായി, പ്രൈവറ്റ് സെക്രട്ടറിയായി. ഫമാ ഖാല ലീ ഉഫിൻ. ഏയ്, നീ എന്താടാ അങ്ങനെ ചെയ്തത്? എന്താടാ നീ ഇങ്ങനെ ചെയ്തത്? فما قال لي لشيء صنعته لما صنعته فما قال لي لشيء تركته لما تركته. ഏതെങ്കിലും ഒരു കാര്യം നബി തങ്ങൾ എന്നോട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് ഞാൻ ചെയ്യാതെ ഉപേക്ഷിച്ചതിനും എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തതിനും എന്തേ നീ അങ്ങനെ ചെയ്തത് അനസേ, എന്തേ നീ ഇങ്ങനെ ചെയ്തത് അനസേ, എന്തേ നീ ഇത് ചെയ്യാത്തത് അനസേ എന്ന് അള്ളാന്റെ റസൂല് എന്നോട് ചോദിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു 10 വർഷം ജോലി ചെയ്തു. 10 വർഷം. ഇന്ന് ഓരോ മോലാളിയുടെ കീഴിൽ തൊഴിലാളികൾ 2 ദിവസം ആവുന്നതിന് മുമ്പേ അടി തുടങ്ങും, ചീത്തവിളി തുടങ്ങും, വഴക്ക് തുടങ്ങും, ഫയൽ എടുക്കാൻ താമസിച്ച പ്രശ്നം,
അതൊന്ന് ഫോൺ വിളിച്ചിട്ട് കൃത്യമായിട്ട് കൊണ്ടുവന്നല്ലേ പ്രശ്നം. ആകെ വഴക്കായി. അതായി 10 വർഷം ജോലിയെടുത്ത അനസ് റളിയല്ലാഹു അൻഹുവിനോട് ഛേ എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ലാ തളിരിബൂ ഇമാഅകും അലാ കസ്രി ഇനായികും. ഏ മുഅ്മിനീങ്ങളെ, ഏ മുതലാളിമാരെ, നിങ്ങൾ നിങ്ങളുടെ ഭൃത്യന്മാരെ അവരുടെ കയ്യിൽ നിന്ന് അബദ്ധത്താൽ വല്ല പളിങ്ക് പാത്രങ്ങൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ താഴെ വീണ് പൊട്ടിപ്പോയതിന്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ തൊഴിലാളികളെ അടിക്കരുതേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫൈനലഹാ ആജാലൻ കാജാലിക്കും. നിങ്ങളെ പോലെ ആ സാധനത്തിന്റെ ആയുസ്സും തീർന്നു പോയി എന്ന് വേണം നിങ്ങൾ കരുതാൻ. മുതലാളിമാർ മനസ്സിലാക്കട്ടെ. മുതലാളിമാർ, കടയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളി ആ ഷെൽഫിലിരിക്കുന്ന സാധനം ഇങ്ങെട് എന്ന് പറഞ്ഞിട്ട് മുതലാളിയോട് പറയും. അവനിങ്ങനെ ഈ കോവണിയൊക്കെ എടുത്തു വെച്ചിട്ട് മുകളിലേക്ക് കയറുന്ന വഴിക്ക് 1-2 ഗ്ലാസ് താഴെ വീണ് പൊട്ടിപ്പോകും. ഒന്നുകിൽ ഇവനെ അടിക്കും, അല്ലെങ്കിൽ തെറി പറയും, അല്ലെങ്കിൽ അവന്റെ ശമ്പളം കട്ട് ചെയ്യും. നബി തങ്ങൾ പറയുന്നു, ലാ തളിരിബൂ ഇമാഅകും അലാ കസ്രീനായികും. നിങ്ങളാരും നിങ്ങളുടെ അടിമകളുടെ കയ്യിൽ നിന്ന് വല്ലതും ഒക്കെ താഴെ വീണ് പൊട്ടിപ്പോയതിന്റെ പേരിൽ നിങ്ങൾ അവരെ അടിക്കരുതേ. കാരണം എന്താ? ഫൈനലഹാ ആജാലൻ കാജാലിക്കും. നിങ്ങളെ പോലെയാണ് അതിനും ആയുസ്സുണ്ട്. ഒരു ഗ്ലാസിന് ആയുസ്സുണ്ട്, ഒരു പാത്രത്തിന് ആയുസ്സുണ്ട്, ഒരു സാധനത്തിന് ആയുസ്സുണ്ട്. ഈ ഫാൻ നശിച്ചു പോയി, ഇനി ഇതുകൊണ്ട് ഒരു ഗുണമില്ലെങ്കിൽ മനസ്സിലായിക്കൊള്ളണം, അതിൻ്റെ ആയുസ് തീർന്നത്. ഹറം അയ്യത്ത ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയുക. ഒരു ഗ്ലാസ് വീണ് പൊട്ടിപ്പോയി, നിങ്ങൾ എന്താ അതിൻ്റെ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന പടച്ചവനെ 37 ദിർഹം കൊടുത്ത് വാങ്ങിയത്, അള്ളാഹുവ ഇവിടുത്തെ കണക്ക് നോക്കിയാൽ 410 രൂപ, അത് പൊട്ടിപ്പോയല്ലോ, ഖേദിച്ചിട്ട് കാര്യമില്ല. ഇന്നലഹാജാലൻ കാജാലിക്കും. നിങ്ങളെപ്പോലെ അതിൻ്റെ ആയുസ്സിൽ തീർന്നു പോയി എന്ന് നമ്മൾ കരുതിയാൽ മതി. നബി തങ്ങൾ പറഞ്ഞു, അതിന്റെ പേര് ഒരുത്തനെ അടിക്കുകയോ അവന്റെ ശമ്പളം കട്ട് ചെയ്യുകയോ പാടില്ല. മുതലാളിമാരോട് തൊഴിലാളികൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ താക്കീത് മനസ്സിലാക്കിക്കോ. സ്ത്രീകളെ അടിക്കുന്നവർ ശ്രദ്ധിച്ചോളി. സ്ത്രീകളെ അടിക്കുന്നവരും സഹോദരിമാരെ ഇന്ന് എന്താ അടിക്കുക ഓരോരുത്തർ. മാ ലറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാദിമൻ ലർബൻ ബിയദിൻ. നബി തങ്ങൾ ആരെയും ഖാദിമൻ വലാ ഇംറഅതൻ വലാ ഖാദിമൻ ലർബൻ ഖത്തു ബിയദിൻ. ആരെയും അല്ലാഹുവിന്റെ റസൂല് പെണ്ണിനെയോ ആണിനെയോ ഭൃത്യന്മാരെയോ അല്ലാഹുവിന്റെ റസൂല് കൈകൊണ്ട് അടിച്ച ചരിത്രമേ ഇല്ല. ഇല്ലാ അയ്യുജാഹിദ ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ വീരമൃത്യു വരിക്കുന്ന സമയത്തല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെയും കൈ കൊണ്ട് അടിച്ചിട്ടേയില്ല. ആണിനെ അടിച്ചിട്ടില്ല, പെണ്ണിനെ അടിച്ചിട്ടില്ല, കുട്ടികളെ അടിച്ചിട്ടില്ല, ജോലിക്കാരെ അടിച്ചിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ലാ യജ്ലിദ് അഹദുകും ഇംറഅതഹു ജൽദൽ അബ്ദ്. നിങ്ങളാരും നിങ്ങളുടെ ഭാര്യമാരെ അടിക്കരുത്, അടിമകളെ അടിക്കുന്നത് പോലെ അടിക്കരുത്. സുമ്മ യുജാമിഉഹാ ഫീ ആഖിരിൽ ലൈലി. അവളെ അടിച്ച് അവശയാക്കിയതിനു ശേഷം പാതിര കഴിയുമ്പോൾ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക. എന്ത് വിഡ്ഢിത്തമാണിത്! പെണ്ണിനായിട്ട് അടിച്ച് ഒതുക്കി കതകിന്റെ കീഴിൽ കൊണ്ട് കട്ടിലിന്റെ അടിയിൽ കൊണ്ട് ചവിട്ടി തള്ളിയിട്ട് 3 മണിയാകുമ്പോൾ വിളിക്കുക ബന്ധപ്പെടാൻ. 3 മണിക്ക് രാവിലെ. നബി തങ്ങൾ പറയുകയാണ്, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത് ഈ പെണ്ണിനോട്? ലാ യഫറുഖു മുഅ്മിനുൻ മുഅ്മിനതൻ. നിങ്ങളാരും നിങ്ങളുടെ ഭാര്യമാരോട് അരോചകമായ വാക്ക് സംസാരിക്കരുതേ, ചൊറിഞ്ഞ വർത്താനം പറയരുത് എന്ന്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഫറക്ക എന്ന് പറഞ്ഞാൽ അറബിയിൽ ചൊറിഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. ലാ യഫറുഖ് മുഅ്മിനുൻ മുഅ്മിനതൻ. ഒരു സത്യവിശ്വാസിയും സത്യവിശ്വാസിനികളോട് അവൾക്ക് ഇഷ്ടപ്പെടാത്ത വാക്ക് സംസാരിക്കരുത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ വറളിയ മിൻഹാ ആഖർ. അവളിൽ നിന്ന് ഇഷ്ടപ്പെടാത്തത് വല്ലതും നീ കണ്ട് നിനക്ക് മനസ്സിന് അതൃപ്തി സംഭവിച്ചു പോയാൽ മറ്റൊരു സന്ദർഭത്തിൽ നിന്നെ ഇഷ്ടപ്പെടുന്ന സ്വഭാവവുമായി അവൾ നിന്നെ സമീപിക്കും. അതുകൊണ്ട് അതുവരയ്ക്കും നീ ക്ഷമിക്കൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറയുകയാണ്, ദൈർനൻ നിസാഉ അലാ അസ്വാജിഹിൻ. യാ റസൂലല്ലാഹ്, സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ മേൽ കയർത്ത് സംസാരിക്കുന്നു നബിയേ, അതുകൊണ്ട് അവരെ അടിക്കാൻ അനുവാദം നൽകണം യാ റസൂലല്ലാഹ്.
അടിക്കരുത് അടിക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീകളെ ഭർത്താക്കന്മാരുടെ മേൽ ഭാര്യമാര് കയർത്ത് സംസാരിക്കുന്നു. ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? പറഞ്ഞു നോക്കി, കേൾക്കുന്നില്ല. അടിക്കാതെ മറ്റു മാർഗമൊന്നുമില്ല. നബിതങ്ങളോട് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പോയി പറഞ്ഞപ്പോ നബിതങ്ങൾ ഫറഖസ ബിളർബിഹിൻ, അടിക്കാൻ അനുവാദം നൽകി. അടിക്കാൻ അനുവാദം കിട്ടിയാൽ പിന്നെ പറയണോ? ഭാര്യമാരെ അടിക്കാൻ റസൂലുള്ളാഹി തങ്ങൾ അനുവാദം നൽകിയെന്ന് പറഞ്ഞാൽ പിന്നെ പറയണോ? അല്ലാ, ഇവളെ ഒന്ന് അടിക്കാൻ വേണ്ടി ഒരു അനുവാദം നോക്കി നമ്മൾ അരയൊക്കെ വെച്ച് തേച്ച് കൈയുടെ വെള്ളം ഇങ്ങനെ സൂക്ഷിച്ച് വൃത്തിയാക്കി രാഗി വെച്ചിരിക്കുകയാണ് 2 എണ്ണം കൊടുക്കാനായിട്ട്. അടിയോടെ അടി. കുടുംബത്തിൽ ഭയങ്കരമായ പ്രശ്നം. ഒരു ദിവസം പാതിരാ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിയിൽ ഇരിക്കുമ്പോ അതാ ആയിഷ ബീവിയുടെ വീട് വലയം ചെയ്യുകയാണ്. നിസാഉൻ കസീറുൻ ലഖദ് ത്വാഫ ബിആലി ബൈത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസാഉൻ കസീറുൻ യഷ്കൂന അസ്വാജഹുൻ. നബിതങ്ങൾ പള്ളിയിൽ പോയ സമയത്ത് പാതിരായോടടുത്ത സമയം അള്ളാഹുവിന്റെ റസൂല് വീട്ടിലേക്ക് വന്നപ്പോ ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്, ആയിഷ, ഈ വീടിനെ എന്തേ ഈ പാതിരാത്രി ഈ സ്ത്രീകൾ വലയം ചെയ്തിരിക്കുന്നത്? പാതിരാ സമയമാകുമ്പോ പെണ്ണുങ്ങൾ മൊത്തം വീട് ചുറ്റി നിൽക്കുകയാണ് എല്ലാവരും. എന്താ പ്രശ്നം ചോദിച്ചപ്പോൾ നബിയേ, അവരുടെ ഭർത്താക്കന്മാർ അവരെ അടിക്കുന്നു എന്ന പരാതി പറയാൻ വന്നതാണ് നബിയേ. അടി എണ്ണി നബി. എത്ര പേരുണ്ട്? 70ഓളം പെണ്ണുങ്ങൾ. ഒരു രാത്രി 70ഓളം പെണ്ണുങ്ങൾ. അപ്പൊ ഭർത്താക്കന്മാർ എന്താ അടിയായിരിക്കും അടിക്കുന്നത്? ഭാര്യമാർ അടിക്കുന്നത്? നബി തങ്ങൾ പറഞ്ഞു പോയി അവസാനമായി, നബി തങ്ങൾ പറഞ്ഞു പോയി പരസ്യമായി, സ്ത്രീകളെ അടിക്കുന്നവൻ നിങ്ങളിൽ നല്ലവരെ അല്ല. പരസ്യമായി. പിന്നെ അടി അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഉപദേശിക്കുക, നല്ല നിലയിൽ ഉപദേശിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളോട് കരുണ കാണിച്ചു, ഭൃത്യന്മാരോട് കരുണ കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു വിനയത്തിന്റെ മാതൃകയാണ് അല്ലാഹുവിന്റെ റസൂൽ ആരോടും പ്രതികാര നടപടി സ്വീകരിക്കാറില്ല. ഒരാൾ നമ്മളെ ഒന്ന് അടിച്ചാൽ അവനെ പതിഞ്ഞിരുന്ന് ഒളിച്ചിരുന്ന് അവനെ അടിക്കാൻ വേണ്ടി നോക്കും. എപ്പോഴാണോ അവനെ എപ്പോഴെങ്കിലും കയ്യിൽ കിട്ടട്ടെ. ഇനി ജയിൽ ശിക്ഷ അനുഭവിച്ചാൽ അവ ഇറങ്ങി വരുമ്പോൾ നോക്കും ഇവനെ അടിക്കാൻ. നമ്മൾ ഒളിച്ചിരുന്ന് നമ്മൾ അവനെ പ്രതികാര നടപടി അവനോട് സ്വീകരിക്കും. അല്ലാഹുവിന്റെ റസൂൽ ആരോടും പ്രതികാര നടപടി എടുത്ത ചരിത്രമേ ഇല്ല. പരിശുദ്ധമായ മക്കം ഫതഹിന്റെ ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകളിലാണ് മക്കയുടെ ചെങ്കോലും കിരീടവുമെങ്കിൽ ആ മക്കയുടെ ചെങ്കോലും കിരീടവും അണിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഉഗ്ര പ്രഭാഷണം നടത്തിയപ്പോൾ നബി തങ്ങളുടെ തല കൊയ്തെടുക്കാൻ വന്ന മക്ക കുഫാറുകളെയും ഖുറൈശികളെയും എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പ്രഭാഷണം നടത്തിയപ്പോൾ മക്ക കുഫാറുകളോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു പോയി, ഖുറൈശി സമൂഹമേ, ഈ മുഹമ്മദ് നിങ്ങളോട് എന്ത് സമീപനമാണ് സ്വീകരിക്കുക? ഉടനെ മക്ക കുഫാറുകൾ പറഞ്ഞു, മുഹമ്മദേ, നീ നല്ലവനാണെന്ന് ഞങ്ങൾക്കറിയാം. നീ ഞങ്ങളോട് നല്ല സമീപനമേ എടുക്കുകയുള്ളൂ എന്നും ഞങ്ങൾക്കറിയാം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനെ പരിശുദ്ധമായ മക്കയുടെ പൂമുഖത്ത് വെച്ച് അല്ലാഹുവിന്റെ റസൂലിന് ഒന്ന് തവാഫ് ചെയ്യുവാനോ മക്കക്കകത്ത് കയറി നമസ്കരിക്കുവാനോ അനുവാദം നൽകാതിരുന്ന മക്ക കുഫാറുകളെ അല്ലാഹുവിന്റെ റസൂല് വകവരുത്തുമെന്നാണ് കരുതിയത്. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇല്ല, നിങ്ങളോടൊരു പ്രതികാര നടപടികളുമില്ല. നിങ്ങളെല്ലാം സ്വതന്ത്രരാ, പോയിക്കോ, നിങ്ങളോട് ഞാൻ ഒരു പ്രതികാര നടപടി സ്വീകരിക്കുകയില്ല. ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം. ആരോടും പ്രതികാര നടപടി സ്വീകരിക്കുകയില്ല. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആയിഷ ബീവി പറയുകയാണ്, ബഹുമാനപ്പെട്ട പ്രവാചകന്റെ അടുക്കലേക്ക് അഅറാബികളായ കുറെ സഹോദരന്മാര് കടന്നു വരികയാണ്. അഅറാബികൾ, വിവരവും കുറഞ്ഞു പോയ കുറെ അറബികൾ ഇങ്ങനെ വരികയാണ്. നമ്മളൊക്കെ നാട്ടിലൊക്കെ പറഞ്ഞാൽ ആദിവാസികളെ പോലെ കിടക്കുന്നവരെന്നൊക്കെ പറയില്ലേ, അങ്ങനെ വിവരമില്ലാത്ത കുറെ ആളുകൾ നബിയുടെ അടുക്കലേക്ക് വരികയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് അവർ വന്നിട്ട് ചോദിക്കുകയാണ്, അതുഖബ്ബിലൂന സിബിയാനകും, നിങ്ങൾ കുട്ടികളെ ചുംബിക്കാറുണ്ടോ? ഈ അറാബികൾ, കാട്ടുവാസികൾ നബി തങ്ങളോട് ചോദിക്കുകയാണ്, അതുഖബ്ബിലൂന സിബിയാനകും, നിങ്ങൾ കുട്ടികളെ ചുംബിക്കാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഅം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതെ, ഞങ്ങൾ ചുംബിക്കാറുണ്ട്. ഉടനെ അറബികൾ പറഞ്ഞു പോയി, കാട്ടറബികൾ